ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ കൗമാരക്കാരായിട്ടുള്ള എല്ലാ കുട്ടികളുള്ള പേരൻസിന്റെ ഒരു വലിയൊരു പ്രോബ്ലം ആയിരിക്കും. അവര് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. പണ്ടത്തെ പോലൊന്നും അല്ല എന്റെ കുട്ടി. പണ്ടെല്ലാം നല്ല അനുസരണ സ്നേഹം ഒക്കെ ആയിരുന്നു. ഇപ്പോ എന്നേക്കാൾ പ്രാധാന്യം, അതായത് പേരൻസിനേക്കാളും പ്രാധാന്യം ഫ്രണ്ട്സിനാണ്. അവൻ അവന്റെ ഫ്രണ്ട്സ് പറയുന്നത്, അല്ലെങ്കിൽ അവൻ അവന്റെ ഫ്രണ്ട്സ് പറയുന്നതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. എങ്ങനെ ഇവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം? അതായത് എന്താ പറയാ, ഒരു പരിധിയിൽ കവിഞ്ഞവരെയൊക്കെ ഈ ഒരു പ്രായത്തിൽ, ചെറിയ പ്രായമാണെങ്കിൽ അടിക്കാൻ പറ്റും, ഇത്രയും വലിയ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത് എന്നൊക്കെയുള്ള തലവേദനകൾ എല്ലാ വീടുകളിലും ഉണ്ടാവും. 13 വയസ്സ് തുടങ്ങി 19 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. പ്രത്യേകിച്ചും കൗമാരക്കാരെ ദിവസേന കാണുകയും അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, അല്ലെങ്കിൽ അവരോടൊപ്പം എന്നും ജീവിക്കുന്ന ഒരാള് എന്ന നിലയ്ക്ക്, അത് പേരന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു കോളേജ് അധ്യാപിക എന്നുള്ള നിലയിലും ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടും കേട്ടും അവരെ പരിചരിച്ചും ഡീല് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ചൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത കുറച്ചെങ്കിലും ഒരു പേരൻസിന് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടാലോ എന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ. ഒരു 80-90 കാലഘട്ടത്തിലൊക്കെയുള്ള പേരൻസ്. അപ്പോ നമ്മളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് നമുക്കൊരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരിക്കും അന്ന്. അതായത് എന്താണ്, ശിക്ഷകള് അല്ലെങ്കിൽ ശാസനകളിലൂടെയൊക്കെ നമ്മൾ വളർന്നിട്ടുള്ള ഒരു കാലം. ഒന്നുള്ളൂ എങ്കിൽ അതിനെ ഒലയ്ക്ക് തല്ലി വളർത്തണം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചൊല്ലിക്കൂട് തല്ലിക്കൂട് തള്ളിക്കള എന്നൊക്കെ പറയുന്ന രീതി. ആദ്യം കുറെ പറയും, പിന്നെ ശാസിക്കും, പിന്നെ അടിക്കും, ഉപദ്രവിക്കും, അതും കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയുന്ന ഒരു രീതി. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അഡോപ്റ്റ് ചെയ്ത് വന്നിരുന്നത്. അപ്പൊ നമ്മൾ വളർന്ന സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുവരവൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിന് അധികം ഒരു വെല്ലുവിളിയൊന്നും ആ പ്രായത്തിൽ ഉണ്ടായിട്ടില്ല. മക്കൾ വഴിതെറ്റി പോകുന്നതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഒരാളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാത്രമായിട്ട് ഒതുങ്ങും. അല്ലെങ്കിൽ പഠിക്കുന്നില്ല, മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നു, മാതാപിതാക്കൾ സ്വപ്നം കണ്ട ലെവലിലേക്ക് കുട്ടികളെ പഠിച്ചുയരുന്നില്ല. ഇതൊക്കെ ആയിരിക്കും നമ്മളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഒന്ന് സോഷ്യൽ മീഡിയ അവരെ സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവരുടെ പിയർ ഗ്രൂപ്പ്. 3 ഈ പറയുന്ന പോലെ പണം. അതായത് ആർക്കും പണത്തിനൊരു പഞ്ഞമില്ലാത്ത, അല്ലെങ്കിൽ എന്ത് കാര്യം ചോദിച്ചാലും അവരുടെ വിരൽത്തുമ്പില് ലഭിക്കുന്നു ഈസി ആയിട്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു, അല്ലെങ്കിൽ അതിന് സാധ്യതകളുള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് പേരൻസിന്. പലപ്പോഴും പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ശത്രു അമ്മമാരും ആൺകുട്ടികളുടെ ഏറ്റവും വലിയ ശത്രു അച്ഛന്മാരുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോ. കാരണം അമ്മമാരാണ് കൂടുതലും പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതും. ആൺകുട്ടികളെ ആകട്ടെ അച്ഛന്മാരും. ഇത് തമ്മിൽ അങ്ങ് പൊരുത്തപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ടീനേജേഴ്സ് ഉള്ള വീട്ടില് ടീനേജേഴ്സും പേരൻസും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും അവിടെ നടക്കുന്നത്. പക്ഷെ ലാസ്റ്റ് ഒന്നുമല്ലാത്ത രീതിയിൽ അത് എത്തിപ്പെടുകയും മാതാപിതാക്കൾക്ക് എന്നും തലവേദനയായി തീരുകയും ചെയ്യുന്നു. ഇതിനായിട്ട് കുറച്ച് ടിപ്സ് ആണ് ഇന്ന് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു നല്ലൊരു പേരന്റ് ആണ് എന്നുള്ള അവകാശവാദത്തോടു കൂടിയൊന്നും അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നിലുണ്ടായിട്ടുള്ള തെറ്റുകളെ തിരുത്തി നല്ലൊരു പേരന്റ് ആകാനുള്ള ശ്രമം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ എന്റെ സ്വന്തം കുട്ടികളിൽ, അതായത് ഇപ്പൊ മൂത്തയാള് 10ൽ പഠിക്കുകയാണ്, രണ്ടാമത്തെ ആള് 7ല്. അപ്പൊ ഈ ഒരു ഏജിൽ അവൻ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. അതുപോലെ കോളേജിലുള്ള കുട്ടികളാണെങ്കിലും, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ തുടങ്ങിയിട്ട് PG വരെയുള്ള ഒരു കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും PG ആകുമ്പോഴത്തേക്കും മെന്റലി അവർ മെച്യൂർഡ് ആയി കഴിയും. നമുക്ക് ഒരു തലവേദനയും അവരെ കൊണ്ടില്ല, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതിൽ 17 വയസ്സ് തുടങ്ങിയിട്ട് ഒരു 20 വയസ്സ് വരെയുള്ള ഒരു കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം അതിനേക്കാൾ
ഭീകരമാണ്. 14 വയസ്സ് തുടങ്ങി, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 9, 10, 11, 12ാം ക്ലാസ് വരെയുള്ള ഒരു ഏജില് കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരുമ്പോഴത്തെ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ തന്നെ നമ്മൾ അവരെ അംഗീകരിക്കുക. ഒന്ന്, അവരുടെ ഹോർമോൺ ചേഞ്ച് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നത്. ഈ ഒരു ഏജിൽ ഒരുപാട് ഹോർമോൺ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങളെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. നമുക്ക് ഇഷ്ടക്കേടല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയും. അവരുടെ ഹെയർ സ്റ്റൈല്, മുടി വെട്ടുന്ന കാര്യത്തിൽ പണ്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിനായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിങ്, അവര് ഷർട്ട് ആണെങ്കിലും പാന്റ് ആണെങ്കിലും വാങ്ങുമ്പോഴും അത് ഇൻസേർട്ട് ചെയ്യുന്ന രീതി, ഇതെല്ലാം തന്നെ. അപ്പൊ അതൊക്കെ അവര് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു പിയർ ഗ്രൂപ്പിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. ഇത് നമ്മൾ അംഗീകരിക്കുക ഒരു പരിധി വരെ എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഓർഡർ കൊടുക്കാതിരിക്കുക. ഓർഡർ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നമുക്കത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത് രാജഭരണമൊന്നും അല്ലല്ലോ ഇത് എന്നുള്ളത്. അപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് അവരും നോക്കുന്ന ഒരു കാര്യമാണ്, ഇക്വാളിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഫലവത്തായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മുടെ പേരൻസ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മളത് അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് ഓർഡർ കൊടുക്കുക എന്ന് പറയുന്നത് മാറ്റുക. മൂന്നാമത്തെ കാര്യം, നല്ലൊരു ഫ്രണ്ട് ആവുക, സൗഹൃദം സ്ഥാപിക്കുക കുട്ടികളുമായിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത്. ബെസ്റ്റ് ഫ്രണ്ട് ആകുക എന്ന് പറയുന്നത് അവരുടെ, നമുക്ക് മറ്റുള്ളവരുടെ ആകാൻ സാധിക്കും പറയുമ്പോൾ. പക്ഷെ സ്വന്തം കുട്ടികളുടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മളുടെ പേരന്റ് ഉണരും. അതായത് നമ്മളുടെ അമ്മ, അച്ഛൻ എന്ന് പറയുന്ന ഒരു വികാരം വരുമ്പോ ചില സാഹചര്യങ്ങളിൽ നമുക്കത് സാധിച്ചു പോകാറുമില്ല. പക്ഷെ എങ്കിലും സൗഹൃദം സ്ഥാപിക്കുക, അവരെ അംഗീകരിക്കുക. അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളെ കുറെയൊക്കെ നമ്മൾ മാനിക്കുക എന്ന് കരുതിക്കൊണ്ട് തെറ്റുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ വഴിതെറ്റി പോവാണ്, തെറ്റിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് ശാസിക്കുകയും ശിക്ഷിക്കുകയും വേണം. ആ ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് തന്റെ കുട്ടിയെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യുന്നതോ അവരെ ശരീരോപദ്രവം ചെയ്യുന്നതോ ആകാൻ പാടില്ല. ഇത് രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് മാത്രമേ വരുത്തുകയുള്ളൂ. അപ്പൊ എങ്ങനെയുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം? അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഇത് മ്യൂച്വൽ എഗ്രിമെന്റ് ആയിട്ട് വേണം. ഇപ്പൊ ആദ്യം തന്നെ നമ്മളൊരു കാര്യം പറയുകയാണ്, ഈ തവണത്തെ എക്സാമിനേഷന് ഇത്ര ഒരു പെർസെന്റേജ് നിനക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു കുട്ടിയാണ്, അപ്പൊ നിന്നിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവൻ നമുക്കൊരു ഓഫർ തരികയാണ്, തീർച്ചയായിട്ടും ഞാൻ എപ്പോ ഇങ്ങനെയൊക്കെ നടന്നാലും എക്സാം ആവുമ്പോഴത്തേക്ക് ഞാൻ പഠിക്കും, ഞാൻ ജയിക്കും അമ്മ, നല്ല എത്ര മാർക്ക് വാങ്ങിക്കും അല്ലെങ്കിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, റിസൾട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ അവർ നന്നായിട്ട് ഉഴപ്പുന്ന കാണുമ്പോൾ നമുക്ക് ശാസിക്കാം. ആ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ പറയുകയാണ്, ഇത്തവണത്തെ റിസൾട്ട് മോശമാണെങ്കിൽ ഇപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം കൂടെ ഓഫർ ചെയ്തേക്കണം, ഒരു ടൂർ ആയിരിക്കാം, ഒരു ട്രിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കാം, നമ്മളത് റിജക്ട് ചെയ്യുക. ഓക്കെ, ഒരു സംശയവും വേണ്ട, റിജക്ട് ചെയ്യേണ്ടടുത്ത് റിജക്ട് ചെയ്യുക, നോ പറയാൻ. ആ നോ പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പഠിക്കും. ഇനി മറ്റൊരു കാര്യമാണല്ലോ ഫാമിലി യൂണിറ്റി എന്ന് പറയുന്നത്. പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അച്ഛൻ പെർമിഷൻ കൊടുക്കുന്ന ഒരു കാര്യം, അച്ഛൻ പെർമിഷൻ കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ അച്ഛൻ നോ പറയുന്ന ഒരു കാര്യത്തിന് അമ്മ പെർമിഷൻ കൊടുക്കുക. അച്ഛൻ പറയാണ് വേണ്ട, അതൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അമ്മ അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ അത് പറയും, നീ പൊക്കോ എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു യൂണിറ്റി ഇല്ലായ്മ, അത് കുട്ടികൾ സ്വാഭാവികമായിട്ട് മുതലെടുക്കും. അവർക്ക് തന്നെ ഒരു ആശയക്കുഴപ്പം വരും. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് നിൽക്കുന്നത് ആരാണോ അവര് ആ ഒരു ലെവലിലും ഓപ്പോസിറ്റ് ആളെ അവർ ഒട്ടും വിലയില്ലാതെയായിട്ടും കാണും. അപ്പൊ പേരൻസ് തമ്മില്, അച്ഛനും അമ്മയും തമ്മില്, ഭാര്യാഭർത്താക്കന്മാർ തമ്മില് ഒരു യൂണിറ്റി അവിടെ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് അവരെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ടൈം കൂടുതൽ കൊടുക്കുക. ഇപ്പൊ അവര് വരുന്ന ഒരു ടൈം, ഓക്കെ, സ്കൂൾ വിട്ട് കഴിഞ്ഞ് ട്യൂഷനുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വീട്ടിലേക്ക് വരാനുള്ള ഒരു ടൈം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 7 o'clock എത്താം, അല്ലെങ്കിൽ 7:30 എന്തായാലും നിങ്ങൾക്ക് എത്താൻ സാധിക്കുമല്ലോ, അത് എത്തുക എന്ന് പറയാം. അല്ലാതെ നമ്മൾ ഓർഡർ ആയിട്ട് കൊടുക്കാതിരിക്കുക ഒരിക്കലും. നീ ഇത്ര മണിക്ക് വീട്ടിൽ കയറിയേ പറ്റൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ അതൊരു ചലഞ്ചിങ് ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, കയറിയില്ലെങ്കിൽ, അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ കുട്ടികളെ ഡാം വിളിക്കുമ്പോഴത്തേക്കും എന്തോ എന്ന് വിളി കേട്ടിരുന്ന മക്കളാണ് ഇപ്പൊ നമ്മുടെ ഡാം കേട്ടിട്ട് എന്റെ എന്നുള്ള മട്ടില് അവര് പെരുമാറുന്നത്. അപ്പൊ ആ ഒരു കാര്യം അവരുടെ ഹോർമോൺ ചേഞ്ച് ആണ്, അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്.
അത് നമ്മൾ അംഗീകരിക്കുക നല്ലത്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, മിക്ക പേരൻസും സ്നേഹിച്ചാല് അല്ലെങ്കിൽ ഒരു ലാളന പരിഗണന കൊടുത്താൽ തന്റെ കുട്ടികൾ വഷളായി പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്നേഹം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന പേരൻസ് ഉണ്ട്. ഈ സ്നേഹം കിട്ടാതെ ആവുമ്പോഴാണ് ടീനേജേഴ്സിൽ ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന് ഒരു സ്നേഹം, ആ സ്നേഹം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ കിട്ടുമ്പോൾ പോലും അതിലേക്ക് കൂടുതൽ ചായ്വ് അവർക്ക് വരും. സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് വരുന്നത് വീട്ടിൽ ഒരു പരിഗണന കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, എന്റെ വീട്ടിൽ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ആണ് എന്നൊക്കെയാണ് കുട്ടികൾ അധികവും കൗൺസിലിങ്ങിലും മറ്റ് ടീച്ചേഴ്സിന്റെ അടുത്തും ഒക്കെ അവർ പറയുന്ന കാര്യം. അപ്പൊ കൂടുതലും പ്രണയബന്ധങ്ങളിൽ വന്ന് ചാടുന്ന ആ ഒരു ടീനേജില് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടം തോന്നുന്നതാണ്. അത് അവരുടെ ബയോളജിക്കൽ ഫങ്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് അംഗീകരിക്കുക, അത് അവരെയും പറഞ്ഞ് മനസ്സിലാക്കുക. അതൊരു തെറ്റായിട്ടല്ല. പക്ഷെ വഴിതെറ്റി പോകുന്ന രീതിയിലേക്ക് അത് പോകുന്നതിന്റെ കാരണം വീട്ടിൽ അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. എനിക്കൊരു ബെസ്റ്റി ഉണ്ട് എന്ന് തന്റെ കുട്ടി ഒരമ്മയോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്ത് എന്ന് പറയട്ടെ, ഇതിനാണ് നിന്നെ പഠിപ്പിക്കാൻ വിടുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നാളെ ആ കുട്ടി വന്ന് ഒരു കാര്യവും പറയില്ല എന്ന് മാത്രമല്ല, ബെസ്റ്റിയുമായിട്ട് അവർ കറങ്ങി നടക്കുകയും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരവരുടെ സുഹൃത്തുക്കളോട് പറയും. അപ്പൊ പേരന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു വില്ലന്റെ പരിവേഷമാണ് അവര് കൊടുക്കുക കുട്ടികള്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക. ഒരിക്കലും നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഒരു കുട്ടികളും വഷളാവില്ല. പക്ഷെ ഓവർ കെയറിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. 3 വയസ്സിലും 4 വയസ്സിലും പരിപാലിക്കുന്ന പോലെ നമ്മൾ 14 വയസ്സിലും 15 വയസ്സിലും പരിപാലിക്കേണ്ട ആവശ്യകതയില്ല. അവര് വലുതായി അവരുടെ ഏജിനെ നമ്മൾ അംഗീകരിക്കുക. വലിയ കുട്ടിയായി ആ വലിയ കുട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതി സ്നേഹത്തോടെ തലോടുന്നതോ ചുംബിക്കുന്നതോ ഒരിക്കലും തെറ്റല്ല. അത് നമ്മൾ അവരെ കൊണ്ടും ശീലിപ്പിക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ബ്ലെസ് ചെയ്യാനായിട്ട് നമ്മൾ ശീലിക്കുക കുട്ടികളെ. അവരുടെ ബർത്ത്ഡേ വരുമ്പോ അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകുമ്പോ എത്ര അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര് അവരുടെ നെറുകയിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ ചെയ്യുക. അതൊക്കെ അവരിൽ ഒരു കോൺഫിഡൻസ് വരുത്തും. പിന്നെയുള്ള കാര്യമാണ് ഒരിക്കലും കുട്ടികളെ അടിക്കാതിരിക്കുക. അടിച്ചാൽ നന്നാവും എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ഒരിക്കലും അടിക്കുന്ന കുട്ടികൾ നന്നായ ചരിത്രമൊന്നുമില്ല. കുറെ അടിച്ചു എന്ന് കരുതി നമ്മുടെ ദേഷ്യം അവിടെ തീർക്കാനല്ലാതെ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ നശിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ശാരീരികമായിട്ട് നമ്മൾ അവരെ ഹരാസ് ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നത് എല്ലാം. അതുപോലെ തന്നെയാണ് അവർ എന്ത് കാര്യം അവരൊരു കാര്യം പ്രവൃത്തി ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പല പേരൻസിനും മടിയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനിയിപ്പോ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇനി തുടങ്ങി അത് ചെയ്യാതിരിക്കുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ഒരു എക്സാമിന് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി, സൂപ്പർ, മിട്ടുമിടുക്കൻ, ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് തോളത്ത് തട്ടിയാൽ വലിയൊരു കാര്യമാണ്. അതെന്തിനാ കുട്ടികൾക്ക് മാത്രമോ? നമുക്ക് പോലും അങ്ങനെയല്ലേ. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാര് ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിൽ ഇരുന്നാൽ വീണ്ടും നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും ഇല്ല. അതേസമയം നമ്മൾ വെച്ചുണ്ടാക്കി കഴിക്കുന്ന ഒരു ഭക്ഷണം അവരെ ആസ്വദിച്ച് കഴിക്കുകയും നന്നായിട്ടുണ്ടെടി, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനുണ്ടോ? അപ്പൊ അപ്രീസിയേഷൻ എല്ലാ കാര്യത്തിലും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതങ്ങ് കൊടുത്തേക്കാന്ന്, ഇതൊന്നും നമുക്ക് പൈസ മുടക്കുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെയാണ് അവരുടെ ഫ്രണ്ട്സിനെയും നമ്മൾ അംഗീകരിക്കുക, അവരെ വിശ്വസിക്കുക എന്ന് കരുതി ഇപ്പൊ നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ നമ്മൾ വാച്ച് ചെയ്യണം. അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചീത്ത കൂട്ടുകെട്ടൊന്നും അല്ല എന്റെ കുട്ടിക്ക് എന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ വിശ്വസിക്കുക. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ടീനേജിലുള്ള ഒരു +1 അല്ലെങ്കിൽ +2 പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ 10 പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഇപ്പോ ഏതെങ്കിലും ഒരു സൺഡേ അല്ലെങ്കിൽ വെക്കേഷന് അവിടെ ഒന്ന് അവർ കൂടുകയാണ്, ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ പേരൻസിനെ വിളിച്ച് ആ കുട്ടി അങ്ങോട്ട് തന്നെ എത്തിയോ, എന്റെ മോൻ അവിടെ എത്തിയോ, നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. ഇതൊക്കെ ആ കുട്ടിയിൽ, അതായത് എന്നെ ഇത്രയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്റെ പേരന്റ് അത് ചെയ്തത്, നമുക്ക് അന്വേഷിക്കാം. അത് ആ കുട്ടി അറിയാതെയുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ച് ഒക്കെ എവിടെയാണ് പോകുന്നത്, ഏതാണ്. അപ്പൊ ഏതൊരു പേരന്റും തന്റെ കുട്ടിയെ മാത്രമല്ല കുട്ടികളുടെ ഫ്രണ്ട്സിനെയും കൂടെ അറിഞ്ഞിരിക്കണം. പല പേരൻസിനും അത് അറിയുന്നില്ല, ഒരു പ്രശ്നമില്ല, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാര്, അവരുടെ ഫോൺ നമ്പർ, അല്ലെങ്കിൽ അങ്ങനെ പറ്റുവാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്സുമായിട്ടും കൂടി ആ ഒരു അടുപ്പം സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ അപ്പൊ അവരെ വിശ്വസിക്കുക എന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ പേരൻസ് ചെയ്യുന്ന ഒരു കാര്യം പലപ്പോഴും ഇപ്പൊ അവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പൊ അവർക്കത് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സോറി പറയാൻ മടി കാണിക്കാതിരിക്കുക.
ഓക്കെ. അപ്പൊ നമ്മുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവും. മനുഷ്യരല്ലേ, കുട്ടികൾക്ക് മാത്രമൊന്നുമല്ലോ. അപ്പൊ കുട്ടികളുടെ മുമ്പില് നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ, നമ്മൾ അവരെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമ്മൾ അവരെ എന്തെങ്കിലും അറിയാതെ ഒന്ന് സംശയിച്ചു പോയിട്ടുണ്ട്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഈ അന്വേഷിക്കുന്നതും സംശയിക്കുന്നതും. നമ്മുടെ മനസ്സിലെ പേടി കൊണ്ടാണ്. അതിൽ നമ്മളൊന്ന് സോറി പറഞ്ഞേക്കുക, അത് അവർക്ക് വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ കമ്പാരിസൺ നമ്മൾ നിർത്തുക, കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയുണ്ടല്ലോ, ഓരോ മനുഷ്യജന്മവും യുണീക്കാണ്. ഒരു അമ്മയുടെ വയറ്റിലുണ്ടാകുന്ന രണ്ട് കുട്ടികൾ പോലും ഇൻഡിവിജ്വലി സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യസ്തതകൾ ഉള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നീ അവനെ കണ്ടോ, നീ ഇവനെ കണ്ടോ, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അവന് ഡോക്ടർ ആവാനാണ്, എഞ്ചിനീയർ ആവാനാണ് താല്പര്യം, ആയിക്കോട്ടെ. തന്റെ കുട്ടിക്ക് ചിലപ്പോ വണ്ടി ഓടിക്കാനായിരിക്കും, ഒരു ഡ്രൈവർ ആകാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. കമ്പാരിസൺ നമ്മൾ എപ്പോഴും നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സൗഹൃദം സ്ഥാപിക്കുക. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു കൗമാരക്കാരെ നമ്മുടെ പിടിയിലാക്കാം എന്നുള്ളതല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ഒരു ഭൂകമ്പം ഒരു വീട്ടിൽ ഉണ്ടാകുന്നതിനെയൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. കുട്ടികൾ നമ്മളെ ഓട്ടോമാറ്റിക്കലി അക്സെപ്റ്റ് ചെയ്യും, അവർ നമ്മളെ സ്നേഹിക്കും, ബഹുമാനിക്കും. കാരണം എന്താണെന്നറിയോ, അവർക്കറിയാം പേരൻസ് എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഏത് കാലഘട്ടത്തിലും ഏതൊരു കുട്ടിക്കും താങ്ങും തണലും തന്നെയാണ് ആവണം. നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് മാത്രമല്ല, ഇനിയുള്ള ഒരു തലമുറയിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാരും തഴയുമ്പോ ഓടി വരാവുന്ന ഒരിടം, ഒന്ന് വന്ന് തോളിൽ ചായാവുന്ന ഒരിടം കുട്ടികൾക്ക് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത് പേരൻസ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കരുതൽ, ആ ഒരു വിശ്വാസം കുട്ടികളിൽ എന്നും നമ്മൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് മാത്രമല്ല, നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് സ്നേഹത്തിലൂടെ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ കൊടുത്തിട്ട് വഴുതിട്ട് പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരൊന്നും ഒരു കുഴപ്പവും ഇല്ല. എന്റെ അടുത്ത് എത്ര പേരൻസ് പറയുന്നുണ്ടെന്ന് അറിയാം, മിസ്സേ ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇവളിങ്ങനെയൊന്നും അല്ല വീട്ടിൽ ഞങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോ, പക്ഷെ ഞങ്ങളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ എന്താ ഈ കുട്ടി ഇങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് സത്യമാണ്. കാരണം പേരൻസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായം കൂടിയാണ് ടീനേജ്. അപ്പോ ഫ്രണ്ട്സുമായിട്ട് മാക്സിമം ഫ്രീഡം അവർക്ക് എൻജോയ് ചെയ്യേണ്ട ഒരു കാലം എന്ന് അവർ വിചാരിക്കുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ലെസൺ. അനുഭവത്തിലൂടെ അവർ സ്വയം പഠിക്കട്ടെ. അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരനുഭവിച്ചിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും അവരനുഭവിച്ചു കഴിയുമ്പോൾ പറയില്ലേ, തീയിൽ തീർത്താൽ വെയിലത്ത് പാടില്ല. ഒരിക്കൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വയം അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അതിലേക്ക് അവർ പോവില്ല. ഇത് നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എപ്പോഴും നമുക്ക് അവരുടെ കൂടെ നടക്കാൻ പറ്റിയെന്ന് വരില്ല, എപ്പോഴും നമ്മുടെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ബാക്കി അവർ അനുഭവത്തിലൂടെ സ്വയം പഠിക്കുക. കാരണം ഓരോ അനുഭവങ്ങളും കുട്ടികൾക്ക് നൽകുന്നത് ഓരോ പുതിയ പാഠങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അതൊക്കെ ആ ഒരു ഏജിന്റെ മാത്രം പ്രത്യേകതകളാണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ സീരീസിന്റെ വീഡിയോസുമായിട്ട് നമുക്ക് ഡിസംബർ 31-ാം തീയതി തുടങ്ങി ഒരു 10 days അടുപ്പിച്ച് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസുകളാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള കോഴ്സിനെ കുറിച്ച് അറിയാനും പ്രാക്ടീസ് ചെയ്യാനും താല്പര്യമുണ്ട് എങ്കിൽ 31-ാം തീയതി തുടങ്ങിയുള്ള വീഡിയോസ് നിങ്ങൾ റെഗുലർ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. പുതുതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ. അപ്പോ താങ്ക് യു.